നമ്മളിന്ന് എടുക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്നുള്ള പാഠഭാഗത്തിലെ 10ാമത്തെ ചോദ്യമാണ്. എന്താണ് 10ാമത്തെ ചോദ്യം? ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലവർനെസ്? മംഗൂസ് എന്ന് അറിയാലോ, നമ്മളെ ബുദ്ധിമാനെന്ന് കീരി തെളിയിച്ചു. അവൻ്റെ സാമർത്ഥ്യത്തിന് തെളിവായി ഒരു ഉദാഹരണം പറയും. നമ്മളോട് ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ബുദ്ധി സാമർത്ഥ്യം എന്താണ്? അതിൻ്റെ ഉത്തരം എന്താണ്? ചോദ്യം ഇതാണ്: ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റാൻസ് ഓഫ് ഹിസ് ക്ലവർനെസ്? അവൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിനുള്ള ഒരു ഉദാഹരണം നമ്മളോട് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? വെൻ ദ കോബ്ര റഷ്ഡ് അറ്റ് ദ മംഗൂസ് സ്വിഫ്റ്റ്ലി, ദ മംഗൂസ് ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ് ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അല്ലേ? വെൻ ദ കോബ്ര റഷ്ഡ് അറ്റ് ദ മംഗൂസ്, വളരെ വേഗത്തിൽ കോബ്ര മംഗൂസിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മംഗൂസ് എന്താണ് ചെയ്തത്? ദ മംഗൂസ് ജംപ്ഡ് നീറ്റ്ലി ആൻഡ് വൺ സൈഡ് ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. ഒരു സൈഡിലേക്ക്, ഒരു ഭാഗത്തേക്ക് മാറുകയും ആൻഡ് ഡാർട്ടഡ്, വളരെ വേഗത്തിൽ, കാറ്റിൻ്റെ വേഗത്തിൽ വന്നിട്ട് അതെന്ത്, ആസ് ദ കോബ്ര ഹി ഗേവ് എ ബൈറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ കോബ്ര ആൻഡ് ഡാർട്ടഡ് അവേ. പെട്ടെന്ന് തന്നെ ആ കോബ്രയുടെ അതിൻ്റെ പിൻഭാഗത്ത് ഒരു കടി കടിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്, മംഗൂസ് പോയിരിക്കുന്നത്. അത് 12ാമത്തെ പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ്, 12ാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരമുണ്ട്. അല്ലേ? എന്താണ് ഉത്തരം? എന്താണ്? ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക. When the cobra rushed at the mongoose swiftly, the mongoose jumped neatly to one side and darted in as swiftly as the cobra. He gave a bite on the back of the cobra and darted away. ഇതാണ് 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം എടുക്കാം. എന്താണ് 11ാമത്തെ ചോദ്യം? വാട്ട് വെയർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്റ്റക്ക്? നമ്മുടെ സ്പെക്ടേറ്റേഴ്സ്, ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ക്രോയും അതുപോലെ തന്നെ മൈനയും, അതിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? കോബ്ര നമ്മുടെ മംഗൂസിനെ കൊത്താൻ വന്നപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ലേ? അതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ദ സ്പെക്ടേറ്റേഴ്സ് ഹേൾഡ് ദംസെൽഫ് അറ്റ് ദ കോബ്ര. പെട്ടെന്ന് തന്നെ സ്പെക്ടേറ്റേഴ്സ് നമ്മുടെ മൈനയും അതുപോലെ തന്നെ ക്രോവും അടുത്തേക്ക് പറന്നു വന്നു. ആരുടെ അടുത്തേക്ക് പറന്നു വന്നു? കോബ്രയുടെ അടുത്തേക്ക് പറന്നു വന്നു. ബട്ട് ദേ കൊളൈഡഡ് ഹെവിലി ഇൻ മിഡ് എയർ. പക്ഷേ അവർ എയറിൽ വെച്ചെടുത്ത രണ്ടുപേരും കൂട്ടുമുട്ടി. ദേ ഷീക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. രണ്ടുപേരും ഷീക്ക് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് എവിടത്തേക്ക് ഓടി? പിന്നെയും അതിൻ്റെ ആ മരക്കൊമ്പിലേക്ക് അപ്പോൾ ഇതാണ് 11ാമത്തെ ചോദ്യം. അല്ലേ? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയുണ്ട്? അതിൻ്റെ പാരഗ്രാഫിൽ 13ാമത്തെ പാരഗ്രാഫിൽ ഏറ്റവും മുകളിലായിട്ടുണ്ട്. എന്താണ് ഉത്തരം? The spectators hurled themselves at the cobra. The spectators hurled themselves at the cobra, but they collided heavily in mid-air. They shrieked at each other and returned to the cactus plant. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 12ാമത്തെ ചോദ്യം നോക്കുക. എന്താണ് 12ാമത്തെ ചോദ്യം? How did the crow push itself into trouble? ക്രോ എങ്ങനെയാണ് സ്വയം കുഴപ്പത്തിൽ ചാടിയത് എങ്ങനെയായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ക്രോ സ്വയം കുഴപ്പത്തിൽ ചാടിയത്? നമുക്കറിയാം, വൈൽ അറ്റംപ്റ്റിംഗ് ടു അറ്റാക്ക് ദ കോബ്ര. ആ കോബ്രയെ ആക്രമിക്കാൻ വേണ്ടി ക്രോ പറന്നു വന്നു. ദ ബേഡ്സ് മിസ്ഡ് ദിയർ മാർക്ക്. അവരുടെ രണ്ട് പക്ഷികൾക്കും അവരുടെ മാർക്ക് എവിടെ നിന്നാണ് തിരിച്ചു പോകേണ്ടതെന്നുള്ള ആ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ദ ക്രോ വൈൽ ട്രൈങ് ടു പുൾ അപ്പ് ഇറ്റ് സെൽഫ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. ആ ക്രോ പെട്ടെന്ന് തന്നെ ആ മിഡ് എയറിൽ വെച്ചിട്ട് തിരിച്ച് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ആൻഡ് ബാക്ക് വാസ് സ്റ്റക്ക് ബൈ ദ കോബ്ര. അപ്പോഴാണ് കോബ്ര ആരെ കൊത്തിയത്? ആ ക്രോവിനെ കൊത്തിയത്. ദ ക്രോ വാസ് ത്രോൺ അബൌട്ട് 20 feet അക്രോസ് ദ ഗാർഡൻ ആൻഡ് ഇറ്റ് ലേ ദർ ഡെഡ്. ഒരു 20 അടി മുന്നോട്ട് പറന്നപ്പോൾ ക്രോ താഴെ വീണ് ചത്തുപോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അല്ലേ? അത് ഏതാണ്? നമ്മളെ 13ാമത്തെ പാരഗ്രാഫിൽ 13ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരം ഉണ്ട്. എന്താണ് ഉത്തരം? നോക്കാം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. വൈൽ അറ്റംപ്റ്റിംഗ് ടു അറ്റാക്ക് ദ കോബ്ര, ദ ബേഡ്സ് മിസ്ഡ് ദിയർ മാർക്ക്. ദ ക്രോ വൈൽ ട്രൈങ് ടു പുൾ അപ്പ് ഇറ്റ് സെൽഫ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക് വാസ് സ്ട്രക്ക് ബൈ ദ കോബ്ര. The crow was thrown about 20 feet across the garden and it lay there dead. അത് നമ്മുടെ 13ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫിൽ ഉണ്ട്. ഇനി
13ാമത്തെ ചോദ്യം നോക്കൂ. വൈ ഇസ് ദ മൈന സെറ്റ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് മൈന ബുദ്ധിയുള്ള ആളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, പറയപ്പെടുന്നത് എന്തുകൊണ്ട്? ഓൺ സീയിങ് ദ ട്രാജിക് എൻഡ് ഓഫ് ദ ക്രോ, ആ കാക്കയുടെ ദാരുണമായ മരണം കണ്ടപ്പോൾ ദ മൈന ഡിസൈഡഡ് ടു സ്റ്റോപ്പ് അറ്റാക്കിംഗ് ദ കോബ്ര, മൈന കോബ്രയെ ആക്രമിക്കുന്നത് നിർത്തി. സോ ഇറ്റ് പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, വളരെ ദൂരത്ത് നിന്നുകൊണ്ട് ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ആര് നോക്കി? മൈന നോക്കി. അതുകൊണ്ടാണ് പറയുന്നത് അല്ലേ. അത് ഏതിലുണ്ട് ഉത്തരം? നമ്മുടെ 13ാമത്തെ പേജിൽ 4ാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരമുണ്ട്. നോക്കാം എന്താണ് ഉത്തരം. ഓൺ സീയിങ് ദ ട്രാജിക് എൻഡ് ഓഫ് ദ ക്രോ ദ മൈന ഡിസൈഡഡ് ടു സ്റ്റോപ്പ് അറ്റാക്കിംഗ് ദ കോബ്ര. ഇറ്റ് റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വാച്ചിങ് ദ ഫൈറ്റ്. പിന്നെ അതാണ് അതിന് ഉത്തരം. പിന്നെ രണ്ടാമത് ആ യുദ്ധം കാണാൻ വേണ്ടി കാക്ടസ് പ്ലാന്റിൻ്റെ മുകളിലിരുന്ന് നോക്കുകയാണ് ചെയ്തത്. 14ാമത്തെ ചോദ്യം, ഹൂ വോൺ ദ ബാറ്റിൽ വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? 14ാമത്തെ ചോദ്യം, ഹൂ വോൺ ദ ബാറ്റിൽ വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആ യുദ്ധത്തിൽ ജയിച്ചത് ആരായിരുന്നു? അത് നമുക്കറിയാം, മൈനയാണ് ജയിച്ചത്. ആരാണ് ജയിച്ചത്? മംഗൂസാണ് ജയിച്ചത് അല്ലേ. മംഗൂസാണ് ജയിച്ചത്. പിന്നെ എന്താണ്, അത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് മൈന ഉറ്റുനോക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചത്. നമുക്കൊരു ഉത്തരം സ്പഷ്ടമാണ്. എന്താണ് ഉത്തരം പറയുന്നത്? ദ മംഗൂസ് വോൺ ദ ബാറ്റിൽ. ദ മൈന വാസ് നോട്ട് ഷുവർ അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ കോബ്ര. സോ ഇറ്റ് പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 15ാമത് നോക്കുക. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദ മംഗൂസ്? കീരിയെ ഇണക്കുന്നതിൽ മുത്തച്ഛന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം. എന്തായിരുന്നു ഉത്തരം? ഹീ ന്യൂ വെൽ ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ടു കീപ്പ് അവേ ദ സ്നേക്ക് ദെൻ ദ ഡൊമസ്റ്റിക്കേറ്റ് വൺ. അത് പറഞ്ഞതാണ്. ഹീ ന്യൂ വെൽ ദാറ്റ് എ വൈൽഡ് മംഗൂസ്, കാട്ടിലുള്ള മംഗൂസ് കിരികൾ, വാസ് മോർ യൂസ്ഫുൾ ടു കീപ്പ് അവേ, അതാണ് മറ്റുള്ള പാമ്പുകളെയൊക്കെ നമ്മളെ പറമ്പിൽ നിന്ന് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. പക്ഷേ വീടുമായി ചുറ്റിപ്പിടിച്ച് കളിക്കുന്ന മംഗൂസിന് എന്തുണ്ടാവില്ല? അതിന് ഇത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തത് വലിയൊരു താല്പര്യം ഇല്ലാതിരുന്നത് എന്നാണ്. അപ്പോൾ അത് 15ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. എന്താണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ഹീ ന്യൂ വെൽ ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ടു കീപ്പ് അവേ ദ സ്നേക്സ് ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അത് 13ാമത്തെ പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റായിട്ട് അതിൻ്റെ ഉത്തരമുണ്ട്. 13ാമത്തെ പേജിലാണ് ലാസ്റ്റായിട്ട് അതിൻ്റെ ഉത്തരമുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? 13ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? 15ാമത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം. 15 നമ്മൾ പറഞ്ഞു. 16ാമത്തെ ചോദ്യം, വാട്ട് വുഡ് ഗ്രാൻഡ് മദർ ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? മംഗൂസ് എന്ത് കടിച്ചുകൊണ്ടുപോയി? കോഴിക്കോട്ടിൽ നിന്ന് മുട്ട കടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഗ്രാൻഡ് മദർ അത് ക്ഷമിച്ചു. വൈ? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അല്ലേ. എന്തുകൊണ്ടാണ്? 14ാമത്തെ പേജിൽ ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ ഉത്തരം ഉണ്ട്. എന്താണ് ഉത്തരം? കീരി മുട്ട മോഷത്തിൽ മുത്തിച്ച് ക്ഷമിക്കുകയുണ്ടായത്. എന്തുകൊണ്ട്? ഉത്തരം എന്താണ്? ഗ്രാൻഡ് മദർ ന്യൂ വെൽ ദാറ്റ് ദ മംഗൂസ് കെപ്റ്റ് അവേ ദ സ്നേക്സ് ഫ്രം ദ ഹൗസ്. ഗ്രാൻഡ് മദർക്ക് അറിയായിരുന്നു മംഗൂസിന് പാമ്പുകളെ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കാൻ മംഗൂസിന് കഴിയും. സോ ഷീ ഇഗ്നോർഡ് ദ തെഫ്റ്റ് ഓഫ് ദ മംഗൂസ്. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്? ആ മംഗൂസ് മുട്ട കട്ടത് അവൾ ക്ഷമിച്ചത്. എന്താണ് ഉത്തരം? ഗ്രാൻഡ് മദർ ന്യൂ വെൽ ദാറ്റ് ദ മംഗൂസ് കെപ്റ്റ് അവേ ദ സ്നേക്സ് ഫ്രം ദ ഹൗസ്. സോ ഷീ ഇഗ്നോർഡ് ദ തെഫ്റ്റ് ഓഫ് ദ മംഗൂസ്. അടുത്ത 17ാമത്തെ ചോദ്യം നോക്കുക. എന്താണ് 17ാമത്തെ ചോദ്യം? ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദർ ഫ്രണ്ട്ഷിപ്പ്? സ്ക്യൂറലിൻ്റെ പുതിയ ചങ്ങാതി ആരായിരുന്നു? അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ അവർ ആസ്വദിച്ചെന്നാണ് അല്ലേ. നമുക്കറിയാം സ്ക്യൂറലിൻ്റെ പുതിയ ചങ്ങാതി ആരായിരുന്നു? എല്ലാവർക്കും അറിയാം. അതാരാണ്? വൈറ്റ് റാറ്റാണ് അല്ലേ. പിന്നെ അതെങ്ങനെയാണ് ആസ്വദിച്ചതാണ്? അവർ മരത്തിൻ്റെ മുകളിലൊക്കെ ഓടിച്ചാടി കളിച്ചിട്ടാണ് അവരെന്തൊക്കെ അത് ആസ്വദിച്ചത്. നോക്കാം ഉത്തരം എന്താണ്? എ വൈറ്റ് റാറ്റ് ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് ഫ്രം ദ ബസാർ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ.
ഗ്രാൻഡ് ഫാദർ നമ്മളിപ്പം അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ വൈറ്റ് റാറ്റായിരുന്നു ആരുടെ ചങ്ങാതി, സ്ക്വിറലിൻ്റെ ചങ്ങാതി. ദേ എൻജോയ്ഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ബൈ ഗോയിങ് ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻ എമംഗ് ദ ബ്രാഞ്ചസ്. ആ ബ്രാഞ്ചസിൻ്റെ മരത്തിൻ്റെ ബനിയൻ ട്രീൻ്റെ ബ്രാഞ്ചസിൻ്റെ മുകളിൽ കയറി വിനോദയാത്ര അവർ നടത്താമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ അവർ ചങ്ങാത്തം ആസ്വദിച്ചത്. അപ്പോൾ ഉത്തരം എന്താണ്? എ വൈറ്റ് റാറ്റാണ് അതിൻ്റെ ഉത്തരം. അത് നമ്മുടെ 14ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ വൈറ്റ് റാറ്റ് ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് ഫ്രം ദ ബസാർ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ. They enjoyed their friendship by going off together on a little excursion among the branches. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത 18ാമത്തെ ചോദ്യം നോക്ക്. എന്താണ് 18ാമത്തെ ചോദ്യം? ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്യൂറൽ വാസ് ബിൽഡിങ് എ നെസ്റ്റ്. ആ സ്ക്യൂറൽ നമ്മുടെ ആ മരത്തിൻ്റെ മുകളിൽ ഒരു കൂട് കൂട്ടുന്നുണ്ട് എന്ന് കുട്ടി അറിഞ്ഞത് എങ്ങനെയാണ്? അണ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പുതിയ കൂട് അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് കുട്ടി അറിഞ്ഞതാണ്? നമുക്കറിയാം, വൈറ്റ് റാറ്റ് അണ്ണൻ കൂട് നിർമ്മിക്കുന്ന കാര്യമാണ് അവൻ ചോദിക്കുന്നത്. ദ ബോയ് ഫൗണ്ട് പീസ് ഓഫ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഇൻ ഹിസ് പോക്കറ്റ്. കുട്ടിക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് എന്ത് കിട്ടി? കുറച്ച് പീസ് ഓഫ് ഗ്രാസ്, പുല്ലും അതുപോലെ തന്നെ ഗ്രാസും അതുപോലെ സ്ട്രോ ഒക്കെ കിട്ടിയതാണ്. ദ ഗ്രാൻഡ് മദേഴ്സ് ലോസ്റ്റ് നിറ്റിംഗ് ആൻഡ് നീഡിൽ വെയർ ഫൗണ്ട് ഇൻ എ ഹോൾ. ഗ്രാൻഡ് മദർ തുന്നിക്കൊണ്ടിരിക്കുന്ന തുണിയൊക്കെ ആ മരത്തിൻ്റെ തുളയിൽ ആര് കണ്ടു? കുട്ടി കണ്ടു. ദസ് ഹി കേം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് എ ബിൽഡിംഗ് നെസ്റ്റ്. അങ്ങനെ കുട്ടിക്ക് മനസ്സിലായി സ്ക്വിറൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു കൂടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ഉത്തരം. ഉത്തരം ശ്രദ്ധിച്ചോളൂ. ദ ബോയ് ഫൗണ്ട് പീസ് ഓഫ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഇൻ ഹിസ് പോക്കറ്റ്. ദ ഗ്രാൻഡ് മദർ ലോസ്റ്റ് നിറ്റിംഗ് ആൻഡ് നീഡിൽ വെയർ ഫൗണ്ട് ഇൻ എ ഹോൾ. ദസ് ഹി കേം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്. അത് ഏതിലുണ്ട്? 14ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫിലുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, 19ാമത്തെ ചോദ്യമാണ്. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്. അണ്ണാൻ്റെ കൂട്ടിൽ പ്രകൃതി അവർക്കായി കരുതിയ അതിശയം എന്തായിരുന്നു അതിശയം? നമുക്കറിയാം, 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഫോർ ദ ഗ്രേ സ്ക്വിറൽ. 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഫോർ ദ ഗ്രേ സ്ക്വിറൽ. നമ്മുടെ ഗ്രേ സ്ക്വിറലിന് പകരം 3 വൈറ്റായിട്ടുള്ള വെളുത്ത സ്ക്വിറലായിരുന്നു നമ്മൾ കണ്ടത്, ആ കൂട്ടിൽ കണ്ടത്. ഇതാണ് 19 ചോദ്യം. അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ SSLC ഹെൽപ്പിംഗ് കേരള സിലബസ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ചോദ്യോത്തരമൊക്കെ എഴുതി വെക്കുക. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ.